أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഹമ്മദ് ബഷീർ ബാക്കവി ഉസ്താദ്, ബാസി ബാക്കവി ഉസ്താദ്, ഷുഹൈബുൽ ഹൈതമി ഉസ്താദ്, മറ്റ് സദസ്സിലുള്ള പണ്ഡിതന്മാരെ, മുത്താലിമുകളെ, ശ്രോതാക്കളെ, എൻ്റെ വിഷയം തിരുജന്മം 1501 നാൾ വഴികൾ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം. ഇതൊരു പഠനമാണ്, അല്ല പഠനത്തിൻ്റെ തുടക്കമാണ്. ഈ വിഷയത്തിൽ കൂടുതൽ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും അത്യാവശ്യമാണ് എന്നതിലേക്കുള്ള സൂചനകൾ മാത്രമാണ് ഞാൻ നൽകുന്നത്. ഈ വിഷയത്തിൽ നേരത്തെ അത്തൗഫീഖു ബൈന തവാരീഖിൻ നബവിയ്യ വ തത്ബീഖി വൽ മിലാദിയത്തിൽ ഹിജ്രിയ എന്ന ഒരു അറബി ഗ്രന്ഥം 2015 ഇറക്കിയിരുന്നു. 10 വർഷത്തിലേറെയായി. അതിനുശേഷം 2020 പ്രവാചക തീയതിയുടെ സമീകരണം എന്ന് പറയുന്നൊരു പുസ്തകം 1-ാം പതിപ്പ് ഇറക്കിയിരുന്നു. അതിനുശേഷം 2-ാം പതിപ്പ് ഇറക്കിയത് 2010. 2020 5 വർഷം കഴിഞ്ഞു, 6-ാം വർഷം. അതിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. സമീകരണത്തിൽ 42-ാം പേജ് മുതൽ ഞാൻ ഇങ്ങനെ പറയുന്ന വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്കുള്ളത്. 1 മണിക്ക് നമുക്ക് ഈ ഓഡിറ്റോറിയം 1 മണി വരെ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. അതിനുള്ളിൽ എൻ്റെ സംസാരം തീരണം, അതോടൊപ്പം തന്നെ സംശയ നിവാരണം നടക്കണം. ഏതായാലും അതിൽ വിശദമായി കാര്യങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് അത് 42-ാം പേജ് മുതൽ 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12-നാണ്. അതാണ് മഷ്ഹൂർ. അതിന് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. പക്ഷേ അതിൻ്റെ ക്രിസ്തുവർഷ തീയതി ഇപ്പോൾ സി എന്ന് ഉപയോഗിക്കുക. AD BS വിശയൊക്കെ പോയി ഇപ്പോൾ സി ആണ്. സി 570-ലാണ്. 571 ഏപ്രിൽ 21 എന്നാണ് മദ്രസാ പുസ്തകത്തിലുള്ളത്. ഒരു 2 പുസ്തകങ്ങൾ മാത്രം പറയുന്നു. പല പുസ്തകങ്ങൾ വ്യത്യസ്തമാണ്. മറ്റൊന്ന് IPB ഇറക്കിയ പുസ്തകത്തിൽ 24-ആണ്. ഇതെന്തുകൊണ്ട് എന്ന് ഉള്ളൊരു പഠനമാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ആമുൽ ഫീൽ 570-ആണ്. 570-ലെ ഒരു തീയതി ആയിരിക്കും ഇതിനോട് സമാനമായി റബീഉൽ അവ്വൽ 12 സമാനമായി വരിക എന്ന നിഗമനത്തിലെത്തുകയും അത് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് തീയതി കൊണ്ട്. അപ്പോൾ ഈ തീയതിയെക്കുറിച്ച് എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തീയതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടാമല്ലോ എന്നൊരു ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ തീയതി ഇന്ന് എന്ന് പറയും ദിവസം ഞായറാഴ്ച, ഇതിനൊരു തീയതിയുണ്ട്. അതുപോലെ എല്ലാ ദിവസങ്ങൾക്കും ഒരു കറക്റ്റ് തീയതിയുണ്ട്. അത് അറബി ആണെങ്കിലും പിന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും കറക്റ്റ് തീയതി നിലവിലുണ്ട്. എങ്കിൽ ആ തീയതി എന്നാണെന്ന് കണ്ടെത്തുന്ന ഒരു പണിയാണ്, ഒരു ശ്രമമാണ് നമുക്ക് നടത്താനുള്ളത്. ആ ഒരു ശ്രമം നടത്തിയതിൻ്റെ ഒരു പഠന റിപ്പോർട്ടാണ് ഇതെല്ലാം ഇവിടെ പറയുന്നത്. ആദ്യമായി പിന്നെ പറയുന്നത് തത്ബീക്ക്, അറബി ഗ്രിഗേറിയൻ ഹിജ്രി കൺവെർട്ട്, അവിടെ വരുന്ന പ്രശ്നമാണ്. അവിടെ വന്ന പ്രശ്നം കൊണ്ടായിരിക്കും ഇത്രയും അന്തരമെന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിക്കാമായിരുന്നു മുമ്പ്. പക്ഷേ ഇന്ന് അതിന് സാധ്യമല്ല. കാരണം നെറ്റ് കൺവെർട്ട് ആപ്പുകൾ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലുണ്ട്. നെറ്റിൽ അടിച്ചാൽ തന്നെ കിട്ടും. ഈ തീയതിയുടെ മറ്റു തീയതി കൃത്യമായി കിട്ടും. പിന്നെ നേരത്തെ വസീർ ഉസ്താദ് പറഞ്ഞതുപോലെ 1582 ജൂലിയൻ ഗ്രിഗേറിയൻ ആക്കിയപ്പോൾ നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അന്നത്തെ ഒക്ടോബർ 4 വ്യാഴാഴ്ച ഉള്ളത് പിറ്റേന്ന് വെള്ളിയാഴ്ച ഒക്ടോബർ 15 ആക്കി.
അതിന് കാരണം 365 ദിവസമില്ല ഒരു സൗരവർഷം. 48-46 സെക്കൻഡിന് കുറവാണ്. അതുകൊണ്ട് വർഷങ്ങളായി അധികരിച്ച് വന്ന ദിവസങ്ങളെ കുറക്കണം. അങ്ങനെ കുറച്ചതാണ്. ഒരു 128 വർഷങ്ങൾക്കും ഒരു ദിവസം കൂടുതൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഏകദേശ കണക്ക് പ്രകാരം ആ വർഷം 10 ദിവസം കുറച്ചു. അങ്ങനെ ആ വർഷത്തെ കലണ്ടറിൽ 10 ദിവസം കട്ട് ചെയ്ത കലണ്ടറാണ് ഉണ്ടായത്. അതാണ് പിന്നെ ഗ്രിഗോറിയൻ കലണ്ടറായി വരുന്നത്. അതുവരെ ജൂലിയൻ കലണ്ടറാണ്. പക്ഷേ എന്നാലും അവിടെ കറക്റ്റ് ഡേറ്റ് ഉണ്ട്. പിന്നെ ഈ യാസ്തി വരുന്നത് കൂടുതൽ വരുന്നതിന് പ്രശ്നമായപ്പോൾ അതിനൊരു പരിഹാരം, താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി അപ്പോൾ ഓരോ പിന്നെ അതിവർഷം, അതെ 365 കാല് എന്ന് പറഞ്ഞാൽ 4 കാല് കൂടിയാൽ ഒന്നായി 360. അപ്പോൾ 4-ാമത്തെ വർഷം 366 ആവും. അതാണ് അതിവർഷം, ലീപ്പ് ഇയർ. അപ്പോൾ ദിവസം കുറക്കാൻ അപ്പോൾ ആ ഒരു ദിവസം കൂട്ടിക്കൊടുക്കൽ ഇംഗ്ലീഷിൽ ഏതാണ് ഫെബ്രുവരി 29 ആക്കലാണ്. സാധാരണ നോർമൽ 28 ലീപ്പ് ഇയറിന് 29 ആക്കും. ഇങ്ങനെയാണ് കൂട്ടിക്കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ കുറക്കാൻ വേണ്ടി ഒരു തീരുമാനത്തിലെത്തിയത് 400 കൊണ്ട് നിശേഷം മരിക്കാൻ പറ്റുന്ന 100 വർഷങ്ങളെ മാത്രം ലീപ്പ് ഇയർ ആക്കുക, അല്ലാത്തത് നോർമലാക്കുക. അങ്ങനെയാണ് 1600, അങ്ങനെയാണ് 400 കൊണ്ട് നിശേഷം ആയിരിക്കാൻ പറ്റും. അതിൽ ഫെബ്രുവരി 29. പിറ്റേ 1700, 1700, 1800, 1900 ആ ദിവസത്തിൽ ലീപ്പ് ഇയർ ആക്കിയില്ല. കാരണം 400 ശേഷം മരിക്കാൻ കഴിയാത്തതുകൊണ്ട്. അങ്ങനെ പിന്നെ 2000 അങ്ങനെ ലീപ്പ് ഇയറായി. 2100 നമുക്ക് ലീപ്പ് ഇയർ ആവുകയില്ല, ഒരു ദിവസം കുറക്കും. അപ്പോൾ ഇപ്പോൾ നിലവിൽ അങ്ങനെ 3 ദിവസം കുറച്ച് മൊത്തം 13 ദിവസം കുറച്ച കലണ്ടറാണ് ഇപ്പോൾ. ഇത് ആ ജൂലിയൻ കലണ്ടർ കുറച്ചതാണ് ഇപ്പോൾ നിലവിലെ ഗ്രിഗോറിയൻ കലണ്ടർ. അത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉണ്ട്. നമ്മൾ വിശാഖത്തിലും ഒരു ആപ്പും റെഡിയാക്കിയിട്ടുണ്ട്. ആപ്പിൽ നമുക്ക് ഇതിൽ കാണിക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഏത് ഡേറ്റും അപ്പോൾ അത് കറക്റ്റാണല്ലോ, ഡേറ്റ് കറക്റ്റാണ്. പിന്നെയുള്ളത് തത്ബീക്കാണ്, പരസ്പരം യോജിപ്പിക്കുക. നേരത്തെ ഇവിടെ ഇപ്പോൾ സംസാരിച്ച ഹിജിരി കാലഗണന എങ്ങനെയാണ്? 29 മാസം കാണുക, അല്ലെങ്കിൽ 30 പൂർത്തിയാക്കുക. സൂമോലി റൂയത്തിഹി വാഫ്തിറോലി റൂയത്തിഹി ഫൈൻ ഉമ്മ അലൈക്കും ഫാക്കിമിലുദ്ദത്തെ ഷബാന സലാസീൻ. മാസം കണ്ടാൽ, മാസം ഏകാവൃതമായാൽ 29 കണ്ടില്ല എങ്കിൽ നിങ്ങൾ 30 പൂർത്തിയാക്കുക. ഇതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ശൈലി, ശിഷ്ടമാണ് ഇസ്ലാം സ്വീകരിച്ച്. ഏത് കാട്ടിൽ ജീവിക്കുന്നവർക്കും അതൊക്കെ വിശദമായി സുഹൈബ് അലൈഹിം പറഞ്ഞു. അപ്പോൾ ആ ഒരു ശിഷ്ടമുണ്ട്. പക്ഷേ എങ്കിലും അപ്പോൾ പലരും ചോദിക്കും, ഇത് അങ്ങനെ ദിവസം പിന്നെ ഇങ്ങനത്തെ ഒരു മാറ്റം വരുമ്പോൾ വർഷങ്ങളാകുമ്പോൾ ഒരുപാട് ദിവസം മാറ്റം വരികയില്ലേ എന്ന്. മാറ്റം സാധ്യമല്ല. കാരണം ഇത് 29 ഇവിടെ മാസം ദർശിക്കും അല്ലെങ്കിൽ കാണില്ല, 30 ഓക്കെയാണ്. ഇതിൽ മാറ്റാൻ കഴിയില്ല. ഈ നേരത്തെ പറഞ്ഞ 13 ദിവസം കുറച്ച സൗരവർഷ കലണ്ടറാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൻ്റെ എന്തുകൊണ്ട് ആർക്കും മനസ്സിലായില്ല അത്ര മാറ്റിയിട്ട്? മാറ്റം മനസ്സിലാക്കാൻ സാധാരണക്ക് സാധ്യമല്ല. ഇപ്പോഴും അതിൻ്റെ ഒരു ഏകദേശ കണക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ക്രിസ്തുവർഷ കലണ്ടർ ഇപ്പോൾ ഏകദേശമാണ്, കൃത്യമല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടില്ലേ? കാരണം അഡ്ജസ്റ്റ്മെൻറ്റാണ്. അതിൽ സാധ്യമാവും. കാരണം ആരും ഇന്നിപ്പോൾ സൂര്യൻ ഏത് ഭാഗത്താണുള്ളത്, ഇവിടെ എത്തിയാൽ എത്രയാണായിരിക്കും, അങ്ങനെയൊക്കെ ഒരു കണക്ക് കണ്ടെത്താൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചേഞ്ചിങ്ങൊക്കെ അവിടെ നടക്കും, പക്ഷേ ഇവിടെ നടക്കുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഹിജ്റ കലണ്ടർ എന്ന് പറഞ്ഞാൽ കൃത്യമാണ്. അതിനൊരു ശിഷ്ടമുണ്ട്. അത് ഉലമാക്കൾ നമ്മുടെ നെല്ലിക്കുത്തുസ്താദത്തെ പിന്നെ റിസാൽ ആശയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉലമാക്കൾ അതിനെ കണക്കാക്കിയത് 29 ഒരു ഹിജിരി മാസം 29 ദിവസവും 12 മണിക്കൂർ 44 സെക്കൻഡും 44 മിനിറ്റും ഉള്ളതുകൊണ്ട് 29 കൂടുതലായല്ലോ. അപ്പോൾ അതുകൊണ്ട് മുഹറം 30 ആക്കാം. അടുത്ത മാസത്തെ അര ഇങ്ങോട്ട് പിടിച്ച് 30, സഫർ 29, റബീഉൽ അവ്വൽ 30. അങ്ങനെ ആ രൂപത്തിൽ ഹിജ്റ കലണ്ടർ ഹിജ്റ കലണ്ടർ ഉണ്ടാക്കുക. ആ ഒരു കലണ്ടറാണ് നമ്മൾ അത്തൗഫീഖിൽ 1500 വർഷത്തെ കലണ്ടറുണ്ട്. പിന്നെ സമീകരണത്തിലുമുണ്ട്. ആ ഒരു സിസ്റ്റമാണ് നമ്മൾ ഇസ്തിലാഹിയ കലണ്ടർ പാലിച്ചിട്ടുള്ളത്. അതിനോട് 1-2 ദിവസം പലപ്പോഴും നമ്മൾ ഇത്രയും ഓരോ വർഷവും സ്ഥിരമായി ഹിജ്റ കലണ്ടർ ഇറക്കാറുണ്ട്. നമ്മൾ ഈ സിസ്റ്റമാണ് പാലിക്കാറുള്ളത്. ഇപ്പോൾ ഇന്ന് ഈ സഫർ മാസം മുഹറം കറക്റ്റായിരുന്നു. അതുപോലെ 1-1-1 ഹിജ്റ വർഷം AD 622 ജൂലൈ 16 വെള്ളിയാഴ്ച 1-1-1 ഏതിൽ ഹിജ്റ വർഷത്തെ. അതിൽ തർക്കമില്ല, കറക്റ്റായിരുന്നു. നോക്കിയാൽ അത് കറക്റ്റാണ്. അന്ന് നമ്മൾ ഇസ്തിലാഹി കലണ്ടർ വന്ന് കണ്ടതും കണക്കാണ് ആയിരിക്കും.
അപ്പം നമുക്ക് അന്ന് കണ്ടതെന്താണെന്ന് നമുക്കറിയില്ല, അതാണ് കറക്റ്റാണ്. ഇന്ന് നമ്മൾ കണ്ടതനുസരിച്ച് മാസം കാണാതിരിക്കാനുള്ള വ്യത്യാസം ഉണ്ടല്ലോ, ഒരു ദിവസം സഫർ വ്യത്യാസം ഉണ്ട്, വളരെ കറക്റ്റായിരുന്നു. ഇത്രയും കാലങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ 354 ദിവസവും ഓരോ വർഷവും നമ്മൾ ഇറക്കുന്ന ഹിജ്റ കലണ്ടർ ഇറക്കുക. അപ്പോൾ 48 ഇറക്കി. അപ്പോൾ ഓരോ വർഷവും നമ്മൾ ഇറക്കുമ്പോൾ മാസപ്പിറവ് ദൃശ്യമായ അല്ലെങ്കിൽ ഇവിടെ രേഖപ്പെടുത്തും. അപ്പോൾ മൊത്തം ടോട്ടൽ ഒരു വർഷത്തിൽ എത്ര വ്യത്യാസം ഒന്നും കാണാൻ കഴിയും. 1 or 2 ചിലപ്പോൾ തീരെ വ്യത്യാസം വരാത്ത വർഷം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാം കറക്റ്റ്, ഇസ്തിലാഹിയും കാണാനും കറക്റ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ വിഷയം ഏതാണ്ടൊക്കെ. അപ്പോൾ അത്രയും കറക്റ്റാണ്. അപ്പോൾ ഒരു 4 ദിവസം വ്യത്യാസം, 5 ദിവസം വ്യത്യാസം വന്ന് കലണ്ടറിൽ ഉണ്ടാവുകയില്ല. പിന്നെ ഇതെന്തുകൊണ്ടാണ് പിന്നെ ഈ വിഷയം വന്നതെന്ന് ചോദിച്ചാൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, പിന്നെ ഹബീബ് റസൂലുള്ളാഹി ഇതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് 3 മുഖദ്ദിമയാണ്. ഒന്ന്, നബി തങ്ങൾ ജനിച്ചത് റബീഉൽ 12-നാണ്. നബി തങ്ങൾ ഹിജ്റ പോയി മദീനയിലെത്തി റബീഉൽ 12 തിങ്കളാഴ്ചയാണ്. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി റബീഉൽ 12-നാണ്. അതോടൊപ്പം തന്നെ നബി തങ്ങളുടെ വയസ്സ് 63 എന്നും 65 എന്നും സഹിയായ റിപ്പോർട്ടുകളുണ്ട്. ഇവിടെ 63 എന്നത് ഉറപ്പുള്ളതാണ്. മുൻഗാമികൾ സൂക്ഷ്മാലുക്കളും എല്ലാവരും ഇതുവരെ പറഞ്ഞതും 63 അതുതന്നെയാണ് പറയുന്നത് തെറ്റുമല്ല. പക്ഷേ ഇന്ന് അങ്ങനെ 63 കൂട്ടിയെടുത്തത് കൊണ്ട് കിട്ടുന്നത് 571. ആ 571-ൽ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയും കൂടി ആയി വരുന്ന ഒരു തീയതി കാണുന്ന സാധ്യമല്ല. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ 3 പുസ്തകങ്ങൾ പറഞ്ഞല്ലോ, മദ്രസ പുസ്തകവും മറ്റുള്ള പുസ്തകം. അത് വ്യത്യാസം പറയാൻ കാരണം ഏപ്രിൽ 521 ഏപ്രിൽ 20 തിങ്കളാഴ്ചയാണ്, പക്ഷേ റബീഉൽ 8 ഏപ്രിൽ 21 ചൊവ്വാഴ്ചയാണ്, റബീഉൽ 9 ഏപ്രിൽ 24 521 521 ഏപ്രിൽ 24 റബീഉൽ 12 പക്ഷേ വെള്ളിയാഴ്ചയാണ്. ഈ ഒരു വ്യത്യാസം വരാൻ കാരണമാണ്. അപ്പോൾ ഈ 63 എന്ന റിപ്പോർട്ട് മാത്രം പിടിച്ച്, പിന്നെ നേരത്തെ ഇവിടെ ജമ്മൊക്കെ പറഞ്ഞു, ഹദീസ് കൈകാര്യം ചെയ്ത എല്ലാ പണ്ഡിതന്മാരും ഈ 63 65 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസിൻ്റെ റിപ്പോർട്ടാണ്, അത് തള്ളാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് അവർ ജമ്മ ചെയ്തത്. എത്രത്തോളം അവസാനം നമ്മുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് ഇറക്കിയ മിർആത്തിൽ വരെ ഈ ഹദീസുകളൊക്കെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ഉലമാക്കൾ ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ്. അത് സൂക്ഷ്മത കൊണ്ട് തന്നെ ഉലമാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ടൊക്കെ ഉണ്ട്. പൊതുജനങ്ങളുടെ കയ്യിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഈ കൺവെർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ കിതാബിലും രേഖപ്പെടുത്തപ്പെട്ടതും മുഹമ്മദ് ഫാസാൽ ഫലക്കി പറയുന്നത് 8 അല്ലാതെ സഹിയാവുകയില്ല. ഞാനിപ്പോൾ നിങ്ങൾ സ്ക്രീൻ കാണുന്നത് അസ്സൽ ദയ്യാം എന്ന് പറയുന്ന ആ കിതാബിൻ്റെ സയ്യിദ് അഷറിൻ്റെ ഇതാണ്. അതിന് നമ്പറിട്ട് അലൽ മഷൂർ 12 എന്ന് കൊടുത്തതിന് ശേഷം നമ്പറിട്ട് അടിഭാഗത്ത് കൊടുത്തത് 8 അല്ലാതെ സഹിയാവുകയില്ല കിതാബെന്ന്. 9 അല്ലെങ്കിൽ ഹദീസിൻ്റെ അഹിലുകാരെല്ലാവരും ഇത്തിഫാക്കായത് എന്താണ്? അലൽ മഷ്ഹൂർ 12 എന്നുണ്ട്. അതാ നബി തങ്ങൾ ജനിച്ചത് വല്ലാത്തു സബിയത്ത യോമല്ലിൻ റബീഉൽ അവ്വൽ, അവിടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അൽ മഷ്ഹൂർ വഹക്കക്ക് മഹമ്മൂദ് ബാഷ അൽ ഫലക്കി അൽ മിസ്രി അന്ന വിലാദത്തു ഖാന യോമല്ലിസ്നൈനി അത്താസിയ മിൻ ഷഹർ റബീഉൽ അവ്വൽ ലി അവ്വലി മിൻ ഹാദിസത്തിൽ ഫീൽ അൽ മുവാഫിഖ് ലി 20 മിൻ ഏപ്രിൽ സനത്ത് 521 ഏപ്രിൽ 7 ചോദിച്ചു വരുന്ന ഏതാണ്? റബീഉൽ അവ്വൽ 9-നാണ്. പക്ഷേ 9-നല്ല 8 ചോദിച്ചു വരുന്നത്. ഒന്നും കൂടി അന്നത്തെ കാലത്ത് ഈ പിന്നെ ഈ പറഞ്ഞ ഗ്രിഗേറിയൻ ക്രിസ്തുവർഷ കലണ്ടർ നമ്മൾ നേരത്തെ മാറ്റം വന്നല്ലോ. വർഷങ്ങളോളം 8-10 വർഷം കഴിഞ്ഞിട്ട് ഈ ജൂലിയൻ ഗ്രിഗറിയനാക്കിയ രാഷ്ട്രങ്ങളുണ്ടായിരുന്നു. അപ്പം അന്നും അതൊരു കൃത്യത വരാത്തതുകൊണ്ട് നമ്മുടെ ഉലമാക്കൾ മുൻഗാമികളൊക്കെ ഇവിടെ പുലർത്തിയിരുന്ന ഡേറ്റുകൾ ഈ ഹിജിരി ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ കിതാബുകളിലൊന്നും നമുക്ക് മീലാദി ഡേറ്റുകൾ കാണാൻ ഇതുപോലെ ഡേറ്റുകൾ കാണുന്നില്ല. ഈ അടുത്ത കാലത്ത് കൂട്ടിയെടുത്തതാണ് 521. അത് 63 എന്ന് പറഞ്ഞ് ആ ഒരു കണക്ക് വെച്ച് ഹദീസ് വെച്ചുകൊണ്ട് മാത്രം കൂട്ടിയെടുത്താണ്. അപ്പോൾ അത് ശരിയാ, ഏകദേശം കണക്കാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ തെറ്റാണോ? തെറ്റിയെന്ന് പറയാൻ കഴിയില്ല. 63 ഏകദേശ കണക്കാണ്, സുമാർ കണക്കാണ് എന്ന് പറയാം ഈ പറഞ്ഞത്. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മുഴുവനും പറയുന്നത് ഇതല്ലാതെ സഹിയാവുകയില്ല. പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വലിയ സമാനിൻ നക്കൽ ഇബ്നു അബ്ദുൽ ബർ അൻ അസാബിത്ത് മുഴുവൻ വായിക്കാൻ സമയമില്ല. അന്നഹും സഹഹുൽ കൗല ബി അന്നഹു ഉലിദ ലി സമാനിൻ ഖൗലന മിൻ റബീഉൽ അവ്വൽ. അപ്പോൾ റജഹുൽ ഹാഫിൽ അങ്ങനെ പറഞ്ഞ വലിയ സമാനിൻ ഖൗലന മിൻ റബീഉൽ അവ്വൽ വഖത ബിൽ ഹാഫിലുൽ കബീർ മുഹമ്മദ് ഇബ്നു മൂസ അൽ ഖവാർസിമി. മൂപ്പർ അതുകൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞു. വറജഹുൽ ഹാഫിൽ അബുൽ ഖത്താബ് ഇബ്നു ദഹിയ
ഫി കിതാബി തൻവീർ ഫി മൗലിദിൽ ബഷീർ നദീർ അൽ ബിദായത്തു നിഹായ 2:338. അവിടെയൊക്കെ അവർക്ക് ഉറപ്പിച്ച് പറഞ്ഞു. എന്നിട്ട് കാല ഇബ്നു ദിഹിയ ഹുവല്ലദീ ലാ യസിഹു വൈറുഹു, ഇതല്ലാതെ സഹിയാവുകയില്ല. വഅലൈഹി അജ്മാ അഹ്ലു താരീഖിൻ്റെ ആളുകളൊക്കെ ഇജ്മാ ആയി. വക്കാൽ കുത്തുബ് കസ്തലാനി ഹു ഇഖ്തിയാറു അക്സരി അഹ്ലിൽ ഹദീസ് അസീറത്തുൽ ഹലബിയ. ഹദീസിൻ്റെ പണ്ഡിതന്മാർ അധികരിച്ചവരും ഇഖ്തിയാർ അത് 8 എന്നതാണ്. ഹുവല്ലദീ അല്ലഫ കിതാബ് തൻവീർ. അങ്ങനെ പറഞ്ഞിട്ട് എന്താണിപ്പോൾ ഇത്? ഈ എഴുത്തുകളൊക്കെ കണ്ടുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഈ വിഷയത്തിലേക്ക് ഇറങ്ങാൻ തോന്നിയത്. ഇത് വായിച്ചാൽ എന്താണ് വരിക? കണക്ക് പ്രകാരം 8 ഇത് പറഞ്ഞ കറക്റ്റാണ്. ഈ 571 ഏപ്രിൽ പിടിച്ചാൽ ഈ പറഞ്ഞ കറക്റ്റ് 8 അല്ലാതെ ശരിയാവുകയില്ല, അതിൽ തർക്കവുമില്ല. പിന്നെ അവിടെ ഖിലാഫിൻ്റെ വിഷയവുമില്ല. അപ്പോൾ എന്തുകൊണ്ട്? അപ്പോൾ ഈ ഖിലാഫ് വരാൻ കാരണം ഈ വയസ്സ് കൂട്ടിയെടുത്തതിൽ 63 മാത്രം പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ കൃത്യം കൂട്ടിയെടുക്കുമ്പോൾ ഇമാമിങ്ങൾ പറഞ്ഞ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞ, നിങ്ങൾ ആ ചാർട്ട് പിന്നെ സമീകരണം ചാർട്ടിൽ നിങ്ങൾക്ക് ഹദീസുകൾ കാണാം. ഞാൻ ഹദീസുകളെ കൊടുത്തിട്ടുണ്ട്. ഇമാം നവവി തങ്ങൾ അവിടുത്തെ തെഹദീബുൽ അസ്മാഉൽ ലുഗാത്തിൽ കൊടുത്ത പറഞ്ഞിട്ടുണ്ട്. നവവി തങ്ങൾ അതിന് ജമ്മ് ചെയ്ത് ബഷീർ സാഹ് വായിച്ചിട്ടുണ്ട്, പിന്നെ വായിക്കേണ്ട ആവശ്യമില്ല. ജമ്മ് ചെയ്തത് എന്താ പറഞ്ഞത്? 65 എന്നും 63 എന്നും 60 എന്നും സഹിയായ റിപ്പോർട്ട്. അത് 3 സഹിയാണ്, 3 സഹിയാണ്. പിന്നെ പറയാവുന്ന വസ്സഹിഹു എന്ന് പിന്നെ പറഞ്ഞിട്ട് 63 പറയുമ്പോൾ ആ സഹീൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാണ്ട്. കാരണം 3 സഹിയാണ്. പിന്നെ ഇത് 63 സഹിയാന്ന് പറയുന്ന അർത്ഥം എല്ലാ നിലയിലും സഹിയാകുന്നത് 63. 63 പറഞ്ഞാൽ പിന്നെ അവിടെ തർക്കമില്ല. കാരണം 63 കുറവില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ അത് മാത്രം സഹിയാണ്, പിന്നെ മറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ജമ്മ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം സഹിയായി വന്നതുകൊണ്ടാണ് ജമ്മ് ചെയ്യേണ്ടി വന്നത്. എങ്ങനെയാണ് ആ ജമ്മ്? നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുഹറം മുതൽ ദുൽഹിജ്ജ വരെയുള്ള 63 പൂർണ്ണ വർഷങ്ങൾ, പിന്നെ നാക്കിസായ 2 വർഷങ്ങളാണ് ഏത്? വിലാദത്തിൻ്റെയും വഫാത്തിൻ്റെയും വർഷം എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ 12 നബി തങ്ങൾ ജനിച്ചു. BH 53 റബീഉൽ 12 ആമിൽ ഫീൽ നബി തങ്ങൾ ജനിച്ചു. ആ വർഷം മുഹറം മുതൽ ദുൽഹിജ്ജ വരെയുള്ള 12 വർഷമില്ല, നാക്കിസാണ്. 70 ദിവസം. മുഹറം, സഫർ, റബീഉൽ 12, 11 അതുവരെ 70 ദിവസം കലണ്ടർ പ്രകാരം 70 ദിവസം കുറവ്. അതുപോലെ വഫാത്തിൻ്റെ വർഷവും നാക്കിസ് 70 ദിവസമേ കിട്ടിയിട്ടുള്ളൂ. മുഹറം, സഫർ, റബീഉൽ 12 വഫാത്തായി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇമാം നവവി തങ്ങൾ പറഞ്ഞത്. പിന്നെ ജമ്മ് ചെയ്യല കാലൽ ഉലമാവു അൽ ജമ്മു ബൈന റിവായാത്തി അന്നമൻ റവാ സിത്തീന ലം യഉദ്ദ മഅഹൽ കുസൂർ. 60 പറഞ്ഞവർ അതിൻ്റെ കൂടെ കസറുകൾ എണ്ണിയില്ല. 3, 5 നില കസറുണ്ടല്ലോ, പിന്നെ സംഖ്യ അത് എണ്ണിയില്ല. ഇപ്പോൾ പിന്നെ അക്കതുകളെ മാത്രം എണ്ണിയതാണ്. വമൻ റവാ ഹംസം വസിത്തീന അദ്ദസനത്തയിൽ മൗലിദി വൽ വഫാത്തി. 65 പറഞ്ഞവർ മൗലിദിൻ്റെയും വഫാത്തിൻ്റെയും 2 വർഷങ്ങൾ എണ്ണി എന്ന് പറഞ്ഞാൽ കാമിലായി എണ്ണി. കാമിലല്ലോ, നാക്കിസല്ലേ. അപ്പോൾ റസൂൽ ജനിച്ച 2 വർഷം, റസൂലിൻ്റെ ജീവിതത്തിൽ കിട്ടിയ 2 വർഷങ്ങളുടെ ഭാഗങ്ങളാണ്. അത് ബാക്കിയുള്ളതും കൂടിയും അന്ന് കൂട്ടിക്കൊണ്ട് സുമാർ പറഞ്ഞു. അങ്ങനെ 65 പറഞ്ഞു. കാരണം 63 പൂർണ്ണ വർഷങ്ങൾ, പിന്നെ വിലാദത്തിൻ്റെ വർഷവും വഫാത്തിൻ്റെ വർഷവും 2 വർഷം കൂട്ടിയാൽ പൂർണ്ണമാക്കിയാൽ 65. അതേസമയം വമൻ റവാ സലാസം വ സിത്തീന ലം യഉദ്ദഹുമ. ഈ 63 റിപ്പോർട്ട് ചെയ്ത ആൾ ആ 2 വർഷവും എണ്ണിയില്ല. പൂർണ്ണസംഖ്യ മാത്രം പിടിച്ചു. ദുൽഹിജ്ജ മുതൽ പൂർണ്ണ വർഷം മാത്രം പിടിച്ചു. കറക്റ്റായി. 3 ഹദീസും സഹിയാണ്. എന്നാൽ വസ്സഹിഹു സലാസുൻ വസിത്തൂന എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ, സഹിഹ് ഉള്ളത് സലാസും വസിത്തൂന എന്ന് പറഞ്ഞാൽ ഏത് നിലക്ക് പറഞ്ഞാലും 63 ശരിയാവൽ. 63 ഉറപ്പുള്ളതാണ്, മറ്റേത് ഇല്ല എന്നല്ല. എന്നാൽ ഇതിനെക്കുറിച്ച് നേരത്തെ ഉസ്താദ് വായിച്ചിട്ടുണ്ട്. വക്കത് ജമാ ഫത്തുൽ ബാരിയിൽ വക്കത് ജമാ ബഅദുഹും, നമ്മൾ അവസാനത്തെ ഹദീസ് നിങ്ങൾ ചാർട്ടിൽ കാണാം. വക്കത് ജമാ ബഅദുഹും ബൈന റിവായാത്തിൽ മഷ്ഹൂറത്തി ബി അന്ന മൻ കാല ഖംസും വസിത്തൂന ജബർ അൽ കസ്റ. എന്നാൽ ചില ആളുകൾ ഈ റിപ്പോർട്ടിലെ മഷ്ഹൂറായ റിപ്പോർട്ടുകൾ ജമ്മ ചെയ്തിട്ട് അവരിങ്ങനെ പറയാണ്, എന്ത്? 65 പറഞ്ഞവർ കസ്റിനെ ജബർ ചെയ്തതാണ്. വഫീഹി നദറുൻ. അത് ശരിയല്ല. കസ്റിനെ ജബർ ചെയ്താൽ 65 കിട്ടുകയില്ല. അല്ലി അന്നഹു യഖ്റുജു മിൻഹു 40 വസിത്തൂന ഫഖത്ത്. അത് കസ്റിനെ ജബർ ചെയ്താൽ 64 മാത്രമേ കിട്ടുകയുള്ളൂ. വക്കല്ലമൻ തനബ്ബഹ ലിദാലിക. അത് ശ്രദ്ധിച്ചവർ കുറവാണ്.
അതുകൊണ്ടാണ് കൂടുതൽ ചർച്ച ചെയ്യാത്തതും. ശ്രദ്ധിച്ചു കുറവാണെന്ന് മൂപ്പര് ഇത് മാത്രമല്ല, നമ്മളെ ഇതിൽ ഈ പറഞ്ഞ ഈ റിപ്പോർട്ട് ഫത്തുൽ ബാരിയിൽ മാത്രമല്ല സുർഖാനിയിലും തുടങ്ങി ഒരുപാട് ഗ്രന്ഥങ്ങളിലുണ്ട്. ഞാനിതിൽ കയറ്റിയിട്ടുണ്ട്, സമയം കുറവുണ്ട്, ഇൻഷാ അല്ലാഹ് ആവശ്യമുണ്ടെങ്കിൽ കാണിച്ചു തരാം. പിന്നെ ഈ സുർഖാനിൽ എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ വൽ ജബുർ ഔല എന്നുകൂടിയുണ്ട്. വൽ ജബുർ ഔല, അതാ സുർഖാനിൽ പറഞ്ഞത്. ജബറാണ് നല്ലത്. ഞങ്ങൾ പുസ്തകങ്ങൾ എന്തായാലും ചർച്ച ചെയ്യുന്നു, ഇൻഷാ അല്ലാഹ് വിശദമായി പിന്നെ നമുക്ക് പറയാം. അപ്പോൾ ചുരുക്കത്തിൽ ഈ ജബർ എന്ന് പറഞ്ഞാൽ വിലാദത്തിൻ്റെ വർഷത്തിൽ വന്ന ആ 70 ദിവസത്തെ കുറവ് വഫാത്തിൻ്റെ വർഷത്തിൽ ലഭിച്ച നിമിതങ്ങൾ ജീവിച്ച ആ 70 ദിവസം കൊണ്ട് പരിഹരിച്ചു, ജബർ ചെയ്തു, ഓട്ടയടച്ചു. അപ്പോൾ എന്തായി? പൂർണ്ണമായൊരു വർഷമായി. അപ്പോൾ 64, 63, 64, ഇതാണ് ജബർ. ഇങ്ങനെയാണ് ജബർ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഈ കണക്ക് പിടിച്ചാൽ എല്ലാം ശരിയാണ്. ഈ പറയുന്ന റിപ്പോർട്ടുകളും ശരിയാണ്. 570 എന്ന് പറയുന്ന ആമുൽ ഫീലും ശരിയാണ്. റബീഉൽ 12 ശരിയാണ്. ഖിലാഫിൻ്റെ ആവശ്യമില്ല. ഇനിയും ഈ കലണ്ടർ നേരത്തെ പറഞ്ഞല്ലോ 2 2 4 2. ഞാൻ കോടമ്പോയ ബാവസ്ഥാദിനോട് ഈ വിഷയം ഞാൻ എൻ്റെ ചെറിയ 150 വർഷത്തെ കലണ്ടർ എന്നാണ് പുസ്തകമായിട്ട് ഉസ്താദിനോട് പോയപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്ങനെ ഖിലാഫ് ഉണ്ടാകാൻ കാരണം. 2 2 4 ആ രൂപത്തിലെ കലണ്ടർ എന്ന് പറഞ്ഞാൽ കണക്കാണല്ലോ. അതിൽ ഖിലാഫ് 5 ആർക്കും അഭിപ്രായമില്ലല്ലോ. ഉസ്താദ് പറഞ്ഞു നമ്മളിലും വലിയവരെ കൂട്ടിയതാണ്, നിങ്ങളെ ഗവേഷണം തുടരട്ടെ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഉസ്താദിൻ്റെ ഒരു ആശീർവാദം. അതിനുശേഷമുള്ള ഗവേഷണമാണ് നടന്നത്. അതിനുശേഷം ഉസ്താദിനടുത്ത് വന്ന് സമീപിച്ചിട്ടുണ്ട്, വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ പല വേദികൾ അവതരിപ്പിച്ച് ആളുകൾ ബോധ്യപ്പെടുത്തുന്നതിനോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതാണ് പിന്നെ അങ്ങനെ കൂട്ടി വരുമ്പോൾ ആ കണക്ക് പ്രകാരം ആ പ്രകാരം ഇപ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഇപ്പോൾ റബീഉൽ അവ്വൽ 12 26/8/2026 5/5/570 മുതൽ ഈ പിന്നെ ഈ ഡേറ്റ് വരെയുള്ള ദിവസങ്ങൾ കൂട്ടിയാലും 1501 വർഷങ്ങളെ ഹിജ്രി വർഷം കൊണ്ട് ഗുണിച്ചാലും കിട്ടുന്ന സംഖ്യ ഒന്നാണ്. അതിൻ്റെ കണക്കുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ളവർക്ക് നമ്മൾ വാട്സപ്പിലൊക്കെ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ പറയാൻ നേരമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല, നിങ്ങൾ കൂട്ടിയാൽ അറിയാം, കറക്റ്റാണ്. എങ്ങനെ ഇത് എത്രാമത്തെ ജന്മദിനമാണ് എന്ന് ചോദിച്ചാൽ 1501 ജന്മദിനം. അതെങ്ങനെ? കഴിഞ്ഞ വർഷം 1500 ആയിരുന്നു, അപ്പോൾ 1501. ഇന്ന് ഞായറാഴ്ചയാണ്. നിൻ്റെ തെളിവെന്താ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കും പറയാൻ കഴിയുമോ? ഇന്ന് ഞായറാഴ്ചയാണ് തെളിവെന്താ? നമ്മൾ മുൻഗാമികൾ വെള്ളിയാഴ്ച വമാക്കോയിന് അങ്ങനെയല്ല, വേറെ കിതാബ് നോക്കിയിട്ട് എന്തെങ്കിലും അടയാളം വെച്ചിട്ടല്ല നമ്മൾ ദിവസം തീരുമാനിച്ചത്. അത് കൈമാറ്റം ചെയ്തു പോകുന്നതാണ്, കൈമാറ്റം ചെയ്തു പോകുന്നു. അതുപോലെ കൈമാറ്റമാണ്. അതിന് 50 വർഷം ഇങ്ങനെ. അപ്പോൾ 50 ഹിജ്റ വർഷത്തിലേക്ക് 53 കൂട്ടി വരാറാണ് പതിവ്. ആ കണക്ക് പ്രകാരമാണ് നമ്മൾ പറഞ്ഞത് 1501. കഴിഞ്ഞ വർഷം എല്ലാവരും 1500 ആഘോഷിച്ചിരുന്നു, എല്ലാ വിഭാഗങ്ങളും. അപ്പോൾ കണക്ക് കൂട്ടുമ്പോൾ എങ്ങനെയാണ്? ഇങ്ങനെയും കൃത്യമായി കണക്കുണ്ടാകുമ്പോൾ പിന്നെ എന്തിന് നമ്മൾ പിന്നെ ഇനിയും അതിൽ ഖിലാഫിൻ്റെ ആവശ്യം എന്തെന്നാണ് നമ്മുടെ ചോദ്യം. ഇതാണ് ഒരു വിഷയം. പിന്നെ ഒരുപാട് പറയാനുണ്ട്. പിന്നെ അപ്പോൾ വരുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഹിജ്റ പോയത്, ഹിജ്റ വർഷം നമ്മൾ അന്ന് തൗഫീഖ് ഇറക്കി അന്ന് മുതൽ തന്നെ കൊടുക്കാറുണ്ട്. ഹിജ്റയ്ക്ക് 0 വർഷമുണ്ട്. ഇപ്പോൾ സിഇക്കാരും അങ്ങനെ പറയാം 33 വർഷം. അത് നമ്മളിതിലുണ്ട്, അതിന് വീഡിയോ ഉണ്ട്. 33 വർഷം 0 വർഷമാണ്. അപ്പോഴേ നമ്മൾ ഈ ക്രിസ്തു വർഷ കലണ്ടർ ശരിയാവുള്ളൂ എന്നുള്ള അവരെ ഇപ്പോഴത്തെ പുതിയ നിഗമനം നമ്മൾ ഇതിലുണ്ട്, സമീകരണത്തിൽ കൊടുത്തിട്ടുണ്ട്. ഹിജ്റ പോയ വർഷം 0 വർഷമാണ്. ഹിജ്റയുടെ ശേഷം AH1 ആഫ്റ്റർ ഹിജ്റ 1 AD 622. ഹിജ്റ പോയത് CE 621. പിന്നെ BH1 ബിഫോർ ഹിജ്റയുടെ മുമ്പ് എന്ന് പറഞ്ഞാൽ CE 620. ഇങ്ങനെ കണക്ക് കൂട്ടിയാൽ ഈ പറഞ്ഞ ജബറും ശരിയായി, ഈ പറഞ്ഞ ഹിജ്റ കലണ്ടറും ശരിയാണ്. അതിന് പറയാൻ കാരണം ഹിജ്റ വർഷം 1 എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും AD 622 ജൂലൈ 16/1 മുഹറം 1 എന്ന് ഇത്തിഫാക്കാണ്, അതിൽ തർക്കമില്ല. പിന്നെ നിബിധങ്ങൾ വന്നത് ആ വർഷം തന്നെയാണോ 622 അത് അതിന് മുമ്പത്തെ വർഷത്തിലാണോ എന്നതാണ് പിന്നെ ഖിലാഫ് വരുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, യാക്കൂബ് സുഫിയാനും സംഘവും പറയും ഈ ഹിജ്റ വർഷം കൂട്ടുന്നത് മുഹറം ശേഷമുള്ള ഹിജ്റയ്ക്ക് ശേഷമുള്ള മുഹറം 1 മുതലാണ്. മറ്റുള്ളവർ കൂട്ടിയത് അതിന് മുമ്പുള്ള മുഹറം മുതലാണ്. അതിന് മുമ്പുള്ള മുഹറം എന്ന് പറഞ്ഞാൽ ഹിജ്റ നിബിധങ്ങൾ മക്കത്തുള്ള സമയത്തുള്ള മുഹറം, അത് മുതലാണ് എന്ത് കൂട്ടുന്നത്? ഹിജ്റ വർഷം കൂട്ടുന്നത്. ഹിജ്റ പോയതിന് മുമ്പുള്ള മുഹറം മുതൽ മക്കയിലുള്ള സമയത്തുള്ള. എന്നാൽ യാക്കൂബ് സുഫിയാനും സംഘവും പറയുന്നത് അത് ഫത്തുഹുൽ ബാരി, അത് നമുക്ക് നിസ്സാരമാക്കാൻ പറ്റില്ല. ഇത് എവിടെ പറയുന്നത്? ഫത്തുൽ ബാരി ചർച്ച ചെയ്യുന്ന പിന്നെ ഹന്തക്ക് യുദ്ധം നടന്നത് ഹിജ്റ 3-ലോ 4-ലോ ഈ ചർച്ച ചെയ്യുന്നിടത്താണ് ഇമാം ബൈഹക്കിയെ തൊട്ട്
ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബൈഹഖി ഈ ഖിലാഫിന് കാരണം പറഞ്ഞത് അതാ. നിങ്ങൾ ചാർട്ടിൽ തന്നെ കാണാം. ഈ അടിഭാഗത്ത് വലതുഭാഗത്ത് ചാർട്ടിൽ വഖദ് ബയ്യനൽ ബൈഹഖിയു സബബ ഹാദൽ ഇഖ്തിലാഫ വഹു അന്ന ജമാഅത്തൻ മിന സലഫി കാനു യഉദ്ദൂന താരീഖ മിനൽ മുഹറം അല്ലദി വഖഅ ബഅദൽ ഹിജ്റ വയൽഊന അൽ അശ്ഹുറ അല്ലതി ഖബ്ല ദാലിക ഇലാ റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ വരെയുള്ള മാസങ്ങൾ അവർ ലഘുവാക്കി, അത് ഹിജ്റ വർഷത്തിൽ പെടുത്തിയില്ല. വഅലാ ദാലിക ജറാ യാഖൂബ് ബിൻ സുഫിയാൻ ഫി താരീഖിഹി ഫദക്കറ അന്ന ഗസ്വത ബദരിൽ കുബ്ര കാനത്ത് ഫി സനത്തിൽ ഊലാ. ഫത്തുൽ ബാരിയാണത്. അപ്പോൾ ബദൽ കുബ്ര 1-ാം വർഷമാണ് ഈ പറഞ്ഞതനുസരിച്ച്. അന്ന ബദർ നടന്ന് ഹിജ്റ വന്നതിൻ്റെ പിറ്റത്തെ വർഷമാണ്. ഹിജ്റ വന്ന് 18 1.5 വർഷം ശേഷമാണ് റമദാൻ 17-നാണ്, വെള്ളിയാഴ്ചയാണ്. അതൊക്കെ നമ്മൾ ഈ പലരുടെ പ്രകാരം ശരിയാവുള്ളൂ, ശേഷം പറയാം. അപ്പോൾ ഹിജ്റ 1-ാം വർഷം എന്ന് പറഞ്ഞാൽ ഇസ്തിലാഹിയായി 1-ാം വർഷം. അവിടെ ശരിക്ക് തർക്കമില്ല, ഖിലാഫ് ലഫ്ളിയാണ്. ഈ പ്രയോഗത്തിൽ മാത്രമേ അവിടെ തർക്കമുള്ളൂ. ഈ പ്രയോഗം 1-ാം വർഷം എന്ന് ഇസ്തിലാഹി പ്രകാരം 1-ാം വർഷം എന്ന് ഉപയോഗിക്കണം. കാരണം ഹിജ്റയുടെ ശേഷമുള്ള മുഹറമാണ് 1. അപ്പം അതിന് മുമ്പ് ഇസ്തിലാഹി വരുന്നത് എത്ര 17 വർഷം കഴിഞ്ഞിട്ടാണ്, ഉമറുല്ലാഹിൻ്റെ കാലത്താണ്. അതുവരെ ഏത് പ്രയോഗം ശരിയാണ്. ബദർ നടന്നത് ഹിജ്റ 2-ാം വർഷമാണ്, കറക്റ്റാണ്. കാരണം ഹിജ്റ വന്നതിൻ്റെ 2-ാം വർഷം, ഹിജ്റ മുതൽ 2-ാം വർഷം ഇപ്പോഴും ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇസ്തിലാഹി ആകുമ്പോൾ ഉപയോഗിക്കേണ്ടത് ഹിജ്റ 1-ാം വർഷം എന്നാണ്. വഅന്ന ഗസ്വത ഉഹുദിൻ കാനത്ത് ഫി സാനിയ വഅന്നൽ ഖന്ദഖ കസല കാനത്ത് ഫി റാബിയ. ഖന്ദഖ് 4-ാം വർഷവുമാണ്. ഹാദാ അമലുൻ സ്വഹീഹുൻ, ഇത് ശരിയായ അമലാണ്. അലാ ദാലിക്കൽ ബിന, ഈ ബിന അനുസരിച്ച്. പിന്നെ ഒരു പ്രശ്നം, ലാക്കിന്നഹു ലാക്കിനഹു ബിനാഹുൻ വാഹിൻ, പക്ഷേ അത് ലൈഫായ ഒരു ബിന ആണ്. മുഖ്തലിഫുൽ ലിമാ അലൈഹിൽ ജുംഹൂറു, ജുംഹൂർ എതിരാണ് അതിനോട്. മിൻ ജൈലി താരിഖി മിനൽ മുഹറമി സനത്തൽ ഹിജ്റ വഅലാ ദാലിക. സനത്തിൽ ഹിജ്റ വന്ന വർഷം തന്നെ നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, മുഹറം, അതിന് മുമ്പുള്ള മുഹറം മുതലാണ് ജുംഹൂറും ഭൂരിഭാഗം എണ്ണിയത്. അതിൻ്റെ മേൽ എന്താവും, യക്കൂനു ബദറും ഫി സാനിയ വഹുദും ഫി സാലിസ വൽ ഖന്ദഖു ഫിൽ എന്ന് ഫത്തുഹുൽ ബാരി. ഇതാണ് ഇബാറത്ത്. ഇവിടെ ഒരു വിഷയം, അപ്പോൾ 2 റൂട്ട് നിലവിലുണ്ട്. അതിൻ്റെ പേരിലാണ് എന്തുണ്ടായത്, പിന്നെ ബുഖാരി ഇമാമ് ഈ ഖന്ദഖ് 4-ാം വർഷം എന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഇസ്ഹാഖാണെങ്കിൽ 5-ാം വർഷം ഖന്ദഖ്. അതിലേക്ക് വിശദമായി കിടക്കല്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇമാം ബൈഹഖി പറയുന്നത്. ഈ ഖിലാഫ് ഉണ്ടാകാൻ കാരണം ഈ 2-ന്റെ മേലാണ്. അതിൻ്റെ പുറമെ 3-മതൊരു ഖിലാഫ്, പിന്നെ അൽ ബിദായത്ത് വൻ നിഹായയിൽ ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട് 3-മതൊരു ഖിലാഫ് കൂടിയുണ്ട്. അത് റബീഉൽ അവ്വൽ, മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ റബീഉൽ അവ്വൽ മുതലാണ് കൂട്ടുന്നത്. അങ്ങനെ അതും കൂടി കൂട്ടിയിട്ടാണ് ഈ വിഷയം വന്നത്. അപ്പോൾ ചുരുക്കത്തിൽ എന്തായി, ഈ പറയുന്ന യഖൂൻ സുഫിയാൻ ഒറ്റയ്ക്കല്ല. ഈ 2 പറഞ്ഞാൽ 2-ൽ ഒരാൾ ആരെ കൂടെ ഉണ്ട്, യഖൂൻ സുഫിയാൻ്റെ കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താ പറഞ്ഞത്, ഇങ്ങനെ ഹിജ്റ പിന്നെ എത്രാം വർഷമാണ് ഖന്ദഖ് നടന്നത്, 4-ലാണോ 5-ലാണോ എന്ന ഖിലാഫ് വരാൻ കാരണം ഈ വിഷയം കൊണ്ടാണ്. ഈ പറഞ്ഞ മുഹറം 1 എണ്ണിയത് എവിടെയാണ് എന്നുകൂടാണ് അവിടെ അതുകൊണ്ട് വന്നതെന്ന്. എന്നാൽ അതുകൊണ്ടാണ് ഈ പറഞ്ഞ 4 വിഷയം പറഞ്ഞു, 4 വർഷം വ്യത്യാസം പറഞ്ഞു. 5-ാം വർഷം 6-ാം വർഷമോ, അതിൻ്റെ അവസ്ഥ എന്താണ്? ആ 2 ത്വരീക്ക് ഇപ്പോൾ നിലവിലുണ്ടോ? ഇല്ല, ഒരു ത്വരീക്കാണ്. അത് മനസ്സിലാക്കിയാൽ മതി, ഖിലാഫ് നമുക്ക് മനസ്സിലാവും. അതുകൂടി ഖിലാഫോട് അവസാനിച്ചു. ഏത് ത്വരീക്കാണ്, ആ ഹിജ്റ ശേഷമുള്ളതാണോ അപ്പം നിലവിലുള്ളത്? എന്നാൽ ഹിജ്റ ശേഷമുള്ളതാണ് നിലവിൽ നമ്മളെ നിരീക്ഷണം അങ്ങനെയാണ്. കാരണം എന്തുകൊണ്ട്, ഹിജ്റയുടെ 8.5 വർഷത്തിന് ശേഷം വന്ന മക്കം ഫത്ഹിനെക്കുറിച്ച് എന്താ നമ്മൾ പറയാറുള്ളത്, ഹിജ്റ 8-ാം വർഷം എന്നാണ്. അതിൽ തർക്കമില്ലല്ലോ. നേരത്തെ പറഞ്ഞ 1.5 വർഷത്തിന് ശേഷം വന്ന ബദറിനെ കുറിച്ച് എന്താ പറയുന്നത്, 2-ാം വർഷം. ഇത് അന്തരമല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞു, നേരത്തെ ഈ സ്ഥില വരുന്നതിന് മുമ്പ് ഓക്കെയാണ്, ആ പ്രയോഗം ശരിയാണ്. പക്ഷേ ഇവിടെ മക്കം ഫത്ത് 8.5 വർഷത്തിന് ശേഷം വന്ന മക്കം ഫത്തിനെ കുറിച്ച് 8-ാം വർഷം എന്ന് പറയുന്നു. ഹുദൈബിയ 6-ാം വർഷം, ഖിലാഫില്ല, അതോടെ ഖിലാഫ് കഴിഞ്ഞു. അപ്പോൾ ഏത് റൂട്ടാണ് അവിടെ നടന്നത് അതിന് മനസ്സിലാക്കല്ലോ. ഈ ബദറിനെ കുറിച്ച് പറഞ്ഞതുപോലെ പറയേണ്ടത് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ മക്കം 10 ഹിജ്റ 9-ാം വർഷം എന്ന് പറയണം. ഒക്കെ ഒന്ന് പിന്നിലേക്ക് തള്ളേണ്ടി വരും. ഇങ്ങനൊരു വിഷയം അവിടെയുണ്ട്. പിന്നെ ഉസ്താദ് പറഞ്ഞത്, അപ്പോൾ മദീനയിൽ താമസിച്ചത് 11 വർഷമാണ്, 10 വർഷമാണ് ഇത്തിഫാക്കുണ്ട് എന്ന് പറഞ്ഞു. ഇത്തിഫാക്കുണ്ട്, 10 വർഷമാണ് ഇത്തിഫാക്കുണ്ട്. 10-ൽ കുറവാകുന്ന ഒരു അഭിപ്രായം ആർക്കുമില്ല. 63-ൽ ഇത്തിഫാക്കുണ്ടല്ലോ, അതുപോലെ ഇത്തിഫാക്കുണ്ട്. 11 വർഷം മാത്രമാണ്. ഈ യഖൂൻ സുഫിയാൻ അടക്കമുള്ള ആളുകളുടെ ഈ ത്വരീഖ് അനുസരിച്ച് മക്കയിൽ മദീനയിൽ 11 വർഷം ഉണ്ടാകണം.
അപ്പോഴല്ലേ ഖിലാഫിന് അവിടെ ഇതുണ്ടാവുള്ളൂ, മാനുണ്ടാവുള്ളൂ. 11 വർഷമുണ്ട്. ആ അടിസ്ഥാനത്തിൽ 11 വർഷമുണ്ട്. പിന്നെ എവിടെയാണ് അപ്പോൾ ഈ ഒരു വർഷം കൂടിക്കലർന്നത്? നമുക്ക് നിങ്ങൾ പഠനത്തിന് വേണ്ടി വിട്ടുതരാണ്. നിങ്ങൾക്കൊക്കെ പഠിക്കാം. നമ്മുടെ മുമ്പിൽ കിതാബുകൾ കയ്യിലുണ്ട്, എല്ലാം കയ്യിലുണ്ട്. എല്ലാവരും പഠന വിധേയമാക്കാൻ വേണ്ടിയാണ്, പഠനത്തിന് വേണ്ടി ഇട്ടുതരാണ്. ഹിജ്റ 5-ാം വർഷം. നേരത്തെ പറഞ്ഞല്ലോ ബനുൽ മുസ്തലക്ക് യുദ്ധം എന്ന് നടന്നു? ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു പറഞ്ഞ 6-ാം വർഷം എന്നാണ്. പിന്നെ ബുഖാരി ഇമാം പറയുന്നതാണ് അത് ബുഖാരി ഇമാമിൻ്റെ റാജിയാക്കൽ എന്നാണ് മനസ്സിലാവുന്നത്. എന്താണ് പക്ഷേ ബുഖാരി ഇമാം പിന്നെ ഇബാറത്ത് ഇസ്തിലാവിന് തർജ്ജമ ഇട്ട സ്ഥലത്ത് ഇതിന് ശേഷമാണ് ഖന്തക്കിൻ്റെ ശേഷമായിട്ടത്. ഖന്തക്കിൻ്റെ ശേഷമാണ് ആ ഖിലാഫ് പിന്നെ ബനുൽ മുസ്തലക്ക് യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞത്. നേരത്തെ ഉസ്താദ് പറഞ്ഞ അതിന് റഹീഖുൻ മഖ്തൂമിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഈ പിന്നെ അതുപോലെ സഅദിന് വിഭാഗത്തും കൂടി ഒരു ചർച്ചയുണ്ട്. സഹീൽ ബുഖാരിയിൽ ഹദീസ, ആയിഷ ബിൻ്റെ ഹദീസ, ഈ ഖദ്ഫിൻ്റെ സമയത്ത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്ക രൂപത്തിൽ സംസാരിച്ചു. ഈ സംസാരത്തിൽ സഅദ് ഇബ്നു മുആദാണ് എന്നാണ് ബുഖാരിയിലുള്ളത്. എന്നാൽ മറ്റുള്ള സ്ഥലത്ത് തബരിയിലൊക്കെ അവിടെ ആരാ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ആണ്. അതാണ് റഹീൽ മഖ്തൂമിൽ പറഞ്ഞത്. അവിടെ എന്തോ സഹ്വ് സംഭവിച്ചിട്ടുണ്ടാവും. ഈ റിപ്പോർട്ട് അങ്ങനെയാണ്. അതേ ബുഖാരി. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ, അതായത് ബനുൽ മുസ്തലക്ക് യുദ്ധം പിന്നെ 5-ാം വർഷം അല്ല 6-ാം വർഷം എന്ന് പറഞ്ഞാൽ പ്രശ്നം വരും. ബുഖാരി റിപ്പോർട്ട് ഹദീസിന് എതിരാവുമല്ലോ എന്നുള്ളതാണ്. അതേ ബുഖാരി ഇമാമും ഇത് പറഞ്ഞ് തെർത്തീബ് പറഞ്ഞ ശേഷമാണ് പറഞ്ഞത്. അതേ ബുഖാരി ഇമാമും തെർത്തീബിൽ ഖന്തക്കിന് ശേഷമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, ബനുൽ മുസ്തലക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയങ്ങളേ ഉള്ളൂ. പിന്നെ നേരത്തെ ജുംഹൂറിനെതിരെന്ന് പറഞ്ഞല്ലോ. ജുംഹൂർ എന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ നിരീക്ഷണങ്ങളാണ്. പിന്നെ ഭൂരിഭാഗവും നേരത്തെ സൂക്ഷ്മതയുടെ മേലുള്ള പണ്ഡിതന്മാർ. നമ്മൾ ഇപ്പോൾ പിന്നെ ഖലഫും സലഫും നമ്മൾ മുത്തശാബിയാത്തിൽ എന്താ പറയാറുള്ളത്? സലഫിൻ്റെ അല്ലാഹു അലം ബി മുറാദിഹി, അത്ര തന്നെ അർ-റഹ്മാൻ അൽ-ഇസ്തിവ അല്ലാഹു അലം ബി മുറാദി ഇസ്തിവ യലീഖു ബിഹി മതി. ഇതാണ് ഭൂരിഭാഗവും, അതാണ് സൂക്ഷ്മത. എന്നാൽ ഖലഫുകൾ ശേഷം വന്നവർക്ക് അതിൻ്റെ തെളിവിൽ ആവശ്യം വന്നു. അപ്പോൾ ഇസ്തൗല എന്ന് അർത്ഥം വെക്കേണ്ടി വന്നു. ഇതിപ്പോൾ നേരത്തെ നമ്മൾ ഇതിൽ സെയ്ൽ വസൽ വായിച്ചല്ലോ, ഉലമാക്കൾ സിയറിൻ്റെ ആളുകളൊക്കെ ഇതാണ് പറഞ്ഞത്. റബീഉൽ 8 പക്ഷെ നമ്മളെല്ലാവരും ആചരിക്കുന്നത് എന്താ? 12 അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഭാഗം പണ്ഡിതന്മാർ അപ്പുറത്തുണ്ട് എന്നതിൻ്റെ പേരിൽ ഇപ്പുറത്ത് മാത്രമല്ല മറ്റൊരു നിരീക്ഷണം കൂടി അവിടെ ഉണ്ട്. നിരീക്ഷണം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഭൂരിഭാഗവും ആ അസിലിന് മേൽ ഉറച്ചു നിന്നു. എങ്ങനെ കൂട്ടി വരുമ്പോൾ അങ്ങനെ അസിൽ നോക്കിയാൽ ഈ ചെറുപോയ വർഷത്തിൽ മുഹറം, പക്ഷേ അതിന് ശേഷമുള്ള മുഹറമാണ് എന്ന് പറയുന്ന ആളടുത്ത് കൂടുതൽ സിയാത്തുല്ലുണ്ടല്ലോ. അവർ അസിലിൽ നിന്നു. അതാണ് സൂക്ഷ്മത. 63 സൂക്ഷ്മത. അവർ കൂട്ടാനും പലരും വിഷയങ്ങൾ വരുമ്പോൾ തവക്കുഫാവുമല്ലോ, അതുപോലെ തവക്കുഫായതായിരിക്കാം, തമ്മിലെതിരല്ല. അത് ആരെയും നമ്മളെന്താ ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് മുന്നിൽ ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യവുമില്ല. സമയം കഴിഞ്ഞാൽ 50 സമയം കഴിഞ്ഞ്. ഇൻഷാ അല്ലാഹ് ഇതുമായുള്ള തുടർന്നുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രധാനപ്പെട്ടത് മാത്രം ചോദിക്കാം. ഉസ്താദുമാർ ഇവിടെ മറുപടി പറയും. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് കബൂലാക്കുമാറാവട്ടെ. ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.